ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടോപ്പിക്കാണ്. അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ സെൻസേഴ്സിൻ്റെ പെക്യുലാരിറ്റീസ് എന്താണ്, സെൻസേഴ്സിന് ഏതൊക്കെ ഏരിയാസാണ് നമ്മൾ കവർ ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിൽ സെൻസേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിവൈസസിലെല്ലാം ഈ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോൺ ആണെങ്കിലും ഓട്ടോമൊബൈൽസ് ആണെങ്കിലും എല്ലായിടത്തും സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സെൻസേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻസേഴ്സ് ആർ യൂസ്ഡ് ടു സെൻസ് ആൻഡ് റെസ്പോണ്ട് ടു സം ടൈപ്പ് ഓഫ് ഇൻപുട്ട് ഫ്രം ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ട് എടുത്തിട്ട് അതിന് സെൻസ് ചെയ്യാനും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഉപയോഗിക്കും ആൾക്കാരാണ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ എൻവയോൺമെന്റിൽ നിന്ന് എടുക്കുന്ന സ്പെസിഫിക് ഇൻപുട്ട് എന്തൊക്കെയാവാം? ടെമ്പറേച്ചർ ആവാം, പ്രഷർ ആവാം, ലൈറ്റ് ഇന്റൻസിറ്റി ആവാം, മോഷൻ ആവാം, കെമിക്കൽ കോമ്പോസിഷൻ ആവാം. അതുപോലെ എന്ത് ഫിസിക്കൽ ഫിനോമിനൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻസേഴ്സ് ഉപയോഗിച്ച് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ടാവും. ഏത് തരത്തിലാണ് സെൻസ് ചെയ്യുന്നതെന്നനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സെൻസ് ചെയ്യാൻ മാത്രമല്ല അത് ചെയ്യുന്നത്, ഇറ്റ് പ്രൊഡ്യൂസസ് മെഷറബിൾ ഓർ റീഡബിൾ ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്ട് ടു ഇൻപുട്ട്. ഏത് ഇൻപുട്ടിനെയാണോ അത് സെൻസ് ചെയ്യുന്നത് അതിനെ നമുക്ക് റീഡ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് തരും. ഇപ്പോൾ തെർമോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ, തെർമോമീറ്റർ ഈസ് എ ടൈപ്പ് ഓഫ് സെൻസർ. തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചറാണ് സെൻസ് ചെയ്യുന്നതെങ്കിൽ ആ ടെമ്പറേച്ചർ സെൻസ് ചെയ്താൽ മാത്രം പോരാ, അതിനെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരികയും കൂടെ ആര് ചെയ്യുന്നുണ്ട്? സെൻസേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി സെൻസേഴ്സിൻ്റെ നമ്മളൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ, അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊടുക്കുന്നു, അതിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ സെൻസേഴ്സിൻ്റെ വെരി ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് തെർമോമീറ്റേഴ്സ്, ബാരോമീറ്റേഴ്സ്, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് LDR, ഇതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് സെൻസേഴ്സ് എന്നാണ്. ഒരുപാട് ടൈപ്പ് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ലിസ്റ്റ് ഒന്ന് കണ്ണൊഴിച്ച് നോക്കാം. അതായത് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ടെമ്പറേച്ചർ സെൻസേഴ്സ്. ടെമ്പറേച്ചർ സെൻസേഴ്സ് നമ്മൾ കേട്ടിട്ടുള്ള സെൻസേഴ്സ് ആണ് തെർമോകപ്പിൾ, RTD, ഓക്കെ, റെസിസ്റ്റന്റ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ, തെർമിസ്റ്റേഴ്സ്, ഇതൊക്കെ ടെമ്പറേച്ചർ സെൻസേഴ്സ് ആണ്. ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തിട്ട് അതിന് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു മെഷറബിൾ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസുകളാണ് ഇതെല്ലാം. ഓക്കെ, അതേപോലെ തന്നെ പ്രഷർ സെൻസേഴ്സ് ഉണ്ട്. പ്രഷറിനെ സെൻസ് ചെയ്തിട്ട് നമുക്ക് റീഡബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആയിട്ട് തരും. കെമിക്കൽ സെൻസേഴ്സ്, കെമിക്കൽ കോമ്പോസിഷൻ, ഹ്യൂമൻ ബോഡിയിലോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലോ ഉള്ള കെമിക്കൽ കോമ്പോസിഷൻ സെൻസ് ചെയ്യുന്ന സെൻസേഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് കെമിക്കൽ സെൻസേഴ്സ്. കറണ്ട് സെൻസേഴ്സ് ഉണ്ട്, ഒരു വയറിൽ കൂടെ പോകുന്ന കറണ്ടിനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ലൈറ്റ് സെൻസേഴ്സ് ഉണ്ട്, ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്ത് സെൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ പ്രോക്സിമിറ്റി സെൻസർ എന്ന് പറയുന്നത് കോണ്ടാക്ട് ഇല്ലാതെ തന്നെ സാധാരണ സെൻസ് ചെയ്യുമ്പോൾ എങ്ങനെ, തെർമോമീറ്റർ ഒക്കെ സെൻസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ വെച്ചിട്ടാണ് അല്ലേ, ഫിസിക്കൽ കോണ്ടാക്ട് നടത്തിയതിന് ശേഷമാണ് അത് സെൻസ് ചെയ്യുന്നത്. പക്ഷേ കോണ്ടാക്ട് ഇല്ലാതെ തന്നെ സെൻസ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. അൾട്രാസോണിക് സെൻസേഴ്സ് ഉണ്ട്. അൾട്രാസോണിക് സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സെൻസറാണ് അൾട്രാസോണിക് സെൻസേഴ്സ്. അതേപോലെ ആൽക്കഹോളിക് സെൻസർ, കളർ സെൻസ് ചെയ്യാനുള്ള കളർ സെൻസർ, ടച്ച് സെൻസ് ചെയ്യാനുള്ള ടച്ച് സെൻസർ, നമ്മുടെ ഫോണിലൊക്കെ ടച്ച് സെൻസേഴ്സ് ഉണ്ട് അല്ലേ. ടിൽറ്റ് സെൻസേഴ്സ്, ഓറിയന്റേഷൻ ചെക്ക് ചെയ്യാനുള്ള ടിൽറ്റ് സെൻസേഴ്സ്, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ളത് സെൻസേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ആക്ച്വലി 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാസീവ് ആൻഡ് ആക്റ്റീവ് എന്ന് പറയും. പാസീവ് സെൻസേഴ്സും ഉണ്ട്, ആക്റ്റീവ് സെൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഈ പാസീവ് സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻസറിനെ നമ്മൾ ചുമ്മാ വെച്ചാൽ മതി, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വോൾട്ടേജോ ഒന്നും സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ അത് സെൻസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. ഇപ്പോൾ ഫോട്ടോ ഡയോഡ്സിൻ്റെ പ്രിൻസിപ്പിൾ ആണെങ്കിൽ, സോളാറിൻ്റെ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഒക്കെ നമുക്കറിയാം, സോളാർ പാനൽ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് എന്ത് ചെയ്യും? ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് നമ്മുടെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. നേരെ മറിച്ച് നമ്മുടെ ആക്റ്റീവ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആക്റ്റീവ് സെൻസർ സെൻസ് ചെയ്യും, പക്ഷേ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആ സെൻസ് ചെയ്ത ക്വാണ്ടിറ്റീസിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള മെഷർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു തെർമിസ്റ്റർ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. തെർമിസ്റ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ടെമ്പറേച്ചറിനനുസരിച്ച് തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് മാറും. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് തെർമിസ്റ്ററിൻ്റെ
റെസിസ്റ്റൻസ് മാറി എന്ന് നമുക്ക് എപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക? ആ തെർമിസ്റ്ററിന് അക്രോസ് നമ്മളൊരു എക്സ്റ്റേണൽ സപ്ലൈ കണക്ട് ചെയ്യുന്ന സമയത്ത്. എക്സ്റ്റേണൽ സപ്ലൈ കണക്ട് ചെയ്യുക, അപ്പോൾ അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. എന്നിട്ട് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറുമ്പോൾ കറണ്ടിൽ വേരിയേഷൻ ഉണ്ടാവും. ആ വേരിയേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെൻസറിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എത്രത്തോളം കറണ്ട് വേരി ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് വേരിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് തെർമിസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തെർമിസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ആക്റ്റീവ് സെൻസറാണ്. അതിനൊരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്താൽ മാത്രമേ തെർമിസ്റ്ററിന് അക്രോസ് ഉള്ള സെൻസിങ് ക്വാണ്ടിറ്റീസിനെ നമുക്ക് റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് ആണ്. അബ്സല്യൂട്ട് സെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസിനെ മെഷർ ചെയ്യുന്ന സെൻസേഴ്സിനെയാണ് അബ്സല്യൂട്ട് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിൽ തന്നെ ഒരു തെർമിസ്റ്റർ ഒക്കെ മെഷർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. ഇപ്പോൾ നമ്മൾ തെർമോമീറ്റർ മെഷർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ്. പക്ഷേ റിലേറ്റീവ് സെൻസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിഫറൻസ്, ഒരു റെഫറൻസ് പോയിന്റ് അനുസരിച്ചുള്ള ഡിഫറൻസ് ആയിരിക്കും അത് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീസ്. തെർമോകപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം മെഷർ ചെയ്യുന്നത് രണ്ട് ടെമ്പറേച്ചറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ അതുപോലെ റിലേറ്റീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന സെൻസേഴ്സ് ആണ് റിലേറ്റീവ് സെൻസേഴ്സ്. അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന സെൻസേഴ്സ് ആണ് അബ്സല്യൂട്ട് സെൻസേഴ്സ്. നെക്സ്റ്റ് ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കൺവേർഷൻ ഫിനോമിനൻ. അതായത് ഏത് തരത്തിലുള്ള കൺവേർഷൻ ആണ് നടക്കുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് സെൻസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ട്. ഫോട്ടോ ഇലക്ട്രിക് സെൻസേഴ്സ് എന്ന് പറയുന്നത് ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് ലൈറ്റ് സെൻസിനെ സെൻസ് ചെയ്യും, ലൈറ്റ് സിഗ്നലിന് സെൻസ് ചെയ്യും, എന്നിട്ട് ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. അതേപോലെ നമുക്ക് തെർമോ ഇലക്ട്രിക് സെൻസേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്യും, ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് സെൻസേഴ്സ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിനെ സെൻസ് ചെയ്യും, ഇലക്ട്രിക് സിഗ്നൽ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ ബേസ്ഡ് ഓൺ കൺവേർഷൻ മെക്കാനിസംസ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസേഴ്സ്. ദാറ്റ് ഈസ് ഇൻ കാറ്റഗറി 3. നെക്സ്റ്റ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട്. അതായത് നമുക്ക് സെൻസ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട്, സെൻസ് ചെയ്ത് മെഷർ ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിജിറ്റൽ ആണോ അനലോഗ് ആണോ എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ സെൻസേഴ്സ് എന്നും പറഞ്ഞിട്ടും അനലോഗ് സെൻസേഴ്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൻസേഴ്സിൻ്റെ ബേസിക്സിനെ പറ്റി പറയാനുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.